أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മൈമൻ അക്കാഡമി നടപ്പാട്ടരംഗത്തെ റമദാൻ ഖുർആൻ സ്പെഷ്യൽ ക്ലാസ്സിലെ ഒലിമ്പാമത്തെ നാളിലേറ്റിക്കിരുന്നങ്ങ് ഓർമ്മിച്ചുകൂടി. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ പ്രത്യേകമായിട്ടും അതുപോലെ ഞങ്ങളെല്ലാരൊട്ടിಗೆയും അല്ലാഹു തആല ചൊന്നങ്ങനത്തെ ഒരു പ്രത്യേകമായ ഒരു ഉപദേശമായിട്ടിക്കറി ഇന്നലെ ഞങ്ങൾ ചർച്ചയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ മനുഷ്യന്മാരും മുഅ്മിനാവണു, എല്ലാവരും ഈമാൻ സ്വീകരിക്കണം ചൊല്ലെ അതിയായ ആഗ്രഹം ഇന്ന ആളാണ്. മക്കത്തെ പ്രധാനപ്പെട്ട ഖുറൈശിങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട നായകന്മാരെല്ലാവരും ഈമാൻ സ്വീകരിക്കണു, അങ്ങ് മുസ്ലിം ആവണു ചൊന്നിട്ട് വലിയ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുകയുണ്ട്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ മക്കത്തെ മുശ്രിക്കീങ്ങളെ പെറളും മുതലു കൂടിയോണ്ടിന്ത്. അപ്പൊ അങ്ങ ഒരു ಬೇಡಿಕೆ വെച്ചാർ നബി തങ്ങളൊട്ടിಗೆ, നിങ്ങളൊട്ടിಗೆ ഞങ്ങൾ കൂടുന്നുണ്ടായെങ്കിൽ നിങ്ങളെ മുട്ട ഉള്ളങ്ങനത്തെ പാവപ്പെട്ട ഫുഖറ ആയിട്ടുള്ളങ്ങനത്തെ ബിലാല്, ഖബ്ബാബ്, യാസിർ തുടങ്ങിയങ്ങനത്തെ റളിയല്ലാഹു അൻഹും ഇതുപോലത്തെ പാവപ്പെട്ട ആൾമാരുള്ളാരല്ലേ, അങ്ങനെ ദൂറാക്കണു. അങ്ങനെ ദൂറാക്കണു, അല്ലെങ്കിൽ അങ്ങു ഒരു നാൾ പിന്നെ സദസ്സ് മജ്ലിസ് നടത്തുന്നു, നമുക്ക് ഒരു നാൾ മജ്ലിസ് നടത്തുന്നു. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടില്ലേ VIP അല്ലെങ്കിൽ VVIP ആയിട്ടുള്ള അങ്ങനത്തെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള അങ്ങനത്തെ മജ്ലിസ് സദസ്സിങ്ങ നടത്തുന്നു, അങ്ങക്ക് ബേരമേ നടത്തുന്നു. അങ്ങ് ജനറൽ ആയിട്ടുള്ള ലോക്കൽ ആയിട്ടുള്ള ആൾമാരല്ലേ എന്നിട്ടാണ് അങ്ങ് ചൊന്നിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എങ്ങനെങ്കിലും അങ്ങ് ഒന്ന് മുസ്ലിമായി കിട്ടട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പ്രയത്നാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അല്ലാഹു തആല നബി തങ്ങളൊട്ടിಗೆ ചൊന്ന അങ്ങനെ വിഷയത്തിൽ നിങ്ങൾക്ക് അത്ര വലിയ ആഗ്രഹം ഇന്നെങ്കിലും ആ രൂപത്തിൽ ഈ പാവത്തെ ആൾമാരെ നിങ്ങൾ ദൂറാക്കണ്ട നബിയെ. അതാണ് നബി തങ്ങളൊട്ട് ചൊന്നങ്ങനത്തെ ഒരു ഉപദേശം. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശയ്യി യുരീദൂന വജ്ഹ. അല്ലാഹുടെ ഉദ്ദേശിച്ചിട്ട് ജാവും പോലും ഇബാദത്താക്കിയോണ്ടോ ഇൽമുലായിട്ട് ശുഗലായോണ്ടിക്കടെ നിങ്ങളെ മുട്ടത്തില് നിങ്ങളെ ചുത്തുമുത്തലേ ഇങ്ങനെ ഇക്കണ അങ്ങനത്തെ പാവപ്പെട്ട ആൾമാരുള്ളാറില്ല, അങ്ങനെ നബിയെ നിങ്ങൾ ദൂറാക്കണ്ട. അതുപോലെ അങ്ങനെ നിന്നിട്ട് നിങ്ങളെ ഗമനം നിങ്ങ തിരിച്ചു പോയിരണ്ട. ദുനിയാവുടെ ജീവിത ഉദ്ദേശിക്കണ അങ്ങനത്തെ വലിയ ഖുറൈശിങ്ങളെ നായക്കന്മാരുള്ളാറില്ലേ, നേതാക്കന്മാരുള്ളാറില്ലേ, മുത്തക്കബിരിങ്ങളായിട്ടുള്ള കിബറന്മാരുള്ളാറില്ലേ, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ പോവണ്ട. അങ്ങനെ കൽബുടെ നാണ് ഗഫലത്തിലാക്കിയത്, അല്ലെങ്കിൽ നന്റെ നെനപ്പിൽ നിന്നിട്ട് അങ്ങനെ കൽബ് ഗാഫിലായി പോയിട്, അതുകൊണ്ടിട്ട് അങ്ങനെ ബാക്കൽ നബിയെ നിങ്ങൾ കൂടണ്ട എന്നെല്ലാം ചൊന്നിട്ട് അല്ലാഹു തആല നബി തങ്ങളുടെ ചൊല്ലെ വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഓ നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കൊരു, നിങ്ങൾ ഘോഷണാക്കൊരു, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, സത്യം നേരായ വിഷയം അത് അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന്, നിങ്ങളെ റബ്ബുടെ ഭാഗത്തിൽ നിന്നാണ് ബണ്ട്. ഈ ഒരു വലിയ കാര്യത്തെ നിങ്ങൾ ഘോഷണാക്കൊരു നബിയെ. ഈ കിബറന്മാർ പാവപ്പെട്ട ആൾമാരൊട്ടിಗೆ ദൈക്കുക റെഡിയില്ലാത്തങ്ങനത്തെ സ്വന്ത പിന്നെ പ്രസ്റ്റീജും സ്വന്ത അഭിമാനവും കാത്തു സൂക്ഷിക്കുക മാത്ര ಅದರ ಬಗ್ಗೆ ಯಾರ ಚಿಂತನೆ ಹಾಕಿಯುಂಟುಲ್ಲೇ ഈ വലിയ വലിയ ആൾമാരൊട്ടിಗೆ പ്രഖ്യാപിക്കുക എന്തിനുണ്ട്, അൽ ഹഖ്ഖു മിർ റബ്ബിക്കും, ഓ മനുഷ്യന്മാരെ നിങ്ങളെ റബ്ബുടെ ഭാഗത്തിൽ നിന്നാണ് ഈ ഹക്ക് വന്നോണ്ടില്ല, ഈ യഥാർത്ഥമായ വിഷയങ്ങൾ ഇസ്ലാമുടെ വിഷയങ്ങൾ വന്നോണ്ടില്ല, നിങ്ങളെ റബ്ബുടെ ഭാഗത്തിൽ നിന്നാണ്. ഫമൻ ശാഅ ഫല്യുമിൻ, ബിയാറ്റിക്കണോണ് ഉദ്ദേശിക്കണോണ് വിശ്വസിക്കട്ട്, ഒമൻ ശാഅ ഫല്യക്ഫുർ ഉദ്ദേശിക്കണോണ് നിഷേധിക്കട്ട്, കാഫിറാവട്ട്. അല്ലാഹു തആല എല്ലാവർക്കും ദുനിയാവിലുള്ള ഓരോരുത്തർക്കും ചിന്തിക്കുകയും സ്വന്തമായിട്ട് സെലക്ട് ആക്കുകയും സ്വന്തമായിട്ട് ഓരോ വിഷയത്തിൽ തീരുമാനം എടുക്കുകയില്ല, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം അല്ലാഹു തആല കൊടുത്തറ. ആ നിലക്ക് ചിന്തിച്ചിട്ട്
ಈಮಾನ್‌ಡೆ ವಿಷಯಂಗ ಅದರ ಬಗ್ಗೆ ಉಳ್ಕೊಂಡಿಟ್ಟು മനസ്സിലാക്കിയിട്ട് ഓരോരുത്ത മുഅ്മിനാവട്ടെ. അത് മനസ്സിലായിട്ടും സ്വന്ത പ്രസ്റ്റീജിಗೆ ಬೇನಾയിട്ടും സ്വന്തം സ്വത്ത് സമ്പത്തെല്ലാം വിട്ടുപറകുല്ലങ്ങനത്തെ മനസ്സില്ലായ്മ കൊണ്ടിട്ട് ആരെയും കൊടുത്ത കാഫിറാവണവണ അവನು ചൊന്നിട്ടു കാര്യമില്ല. അവന്റെ കുഫുറു അത് അവನಿಗೆ കേടായിട്ടിക്കര്. അവന്റെ കുഫുറു കൊണ്ടിട്ടു അള്ളാഹും റസൂലുಗೆಂದು ആവകു പോണില്ലേ. അള്ളാഹും റസൂലുകും റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനെ ആൽമാർಗೆಂದು ആവകു പോണില്ലേ എന്ന നിലക്കുള്ള ഒരു ബെദരിക്ക രൂപത്തിലുള്ള അല്ലെങ്കിൽ ശക്തമായ ഒരു താക്കീതിര രൂപത്തിലുള്ള ഒരു ഫലക്കാണ് അള്ളാഹു താലോട് ചെന്നുകൊണ്ടില്ലേ. വിശ്വസിക്കണോണ് വിശ്വസിക്കട്ടെ. വിശ്വസിച്ചവനുക അവനുകാണ് ഉപകാരമില്ലേ. ഇവിടെ ആറും മുഅ്മിനായത് കൊണ്ടിട്ടു അത് നബിത്തങ്ങു കാണും ഉപകാരമില്ലേ അല്ലെങ്കിൽ അള്ളാഹു കാണും ഉപകാരമില്ല എന്നിട്ട് ആറ് വിചാരിച്ചിട്ട് ആറ് മുഅ്മിനാവണ്ട. കാഫിറാവുമ്പോ എന്തോ നബിത്തങ്ങക്ക് എന്തോ പ്രയാസം ഉണ്ടുണ്ടാ അല്ലെങ്കിൽ നബിത്തങ്ങക്ക് പേടിയുണ്ടുണ്ടാ ആറും വിചാരിക്കണ്ട എന്നാണ് അള്ളാഹു താല ചൊന്നിട്ടുള്ളത്. അത് ഇന്നത്തെ കാലത്തില് ഞങ്ങളും ചിന്തിക്കണു. പാവപ്പെട്ട ആൾമാരെ ഒട്ടിಗೆ ഇക്കുമ്പോ പണക്കാരായ ആൾമാർക്ക് അല്ലെങ്കിൽ പൈസയുള്ള ആൾമാർക്കെല്ലാം കിബിറാണ്. അങ്ങക്ക് പ്രത്യേകമായിട്ടുള്ള അങ്ങനത്തെ രൂപത്തില് ഗൗരവാദരങ്ങ ബഹുമാനങ്ങ കൊടുക്കണുണ്ടാണ് ആഗ്രഹിക്കടെ. അപ്പൊ അത് ഈമാൻ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെ ഭാഗത്തിൽ പിടിച്ചു നിപ്പാട്ടുകുബേനായിട്ട് പ്രത്യേകമായിട്ടുള്ള അങ്ങൂലെ ബഹുമാന കൊടുക്കണമാ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള പരിഗണന ആക്കണമാ അതെന്തു ആക്കട അകത്തിയില്ല. വേണമെങ്കിൽ അവന്റെ ഉപകാരത്തിന് വേണമെങ്കിൽ അവനുകു മുസ്ലിമായിട്ട് നിലനിൽക്കുകയും അതുപോലെ ഇസ്ലാമിൽ പ്രത്യേകമായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തില് നിലനിൽക്കുകയും അവന് പ്രയത്നാക്കണം അവന്റെ ഉപകാരത്തിന് വേണ്ടിട്ട്. അല്ലെങ്കിൽ അല്ലാണ്ടെ ഇവിടെ ആരമ മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ സുന്നി സമുദായത്തെ ഉപകാരത്തിന് വേനായിട്ട് ആരെങ്കിലും ഇവിടെ പിന്നെ അതൊക്കായിട്ട് ആരെങ്കിലും ഭരണു ചൊല്ലേണ്ട ഒരു അഗത്യ ഒന്നുമില്ല. ഇതെല്ലാം നിലനിൽപ്പാട്ടെ അള്ളാഹുവാണ് ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ടില്ല. ആ നിലക്കാണ് അള്ളാഹു താല കൂടെ ചൊന്നിട്ടില്ല. എന്നിട്ട് അള്ളാഹു താല ഒരു ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു വലിയ താക്കീതാണ് അതിൽ പിന്നെ അള്ളാഹു താല ചൊന്നിട്ടില്ലേ. അങ്ങനെ ഈമാൻ സ്വീകരിക്കൂ ഉദ്ദേശിക്കാത്തങ്ങനത്തെ ഈ ബൊമ്പന്മാർ കിബിറന്മാർ അങ്ങകു അങ്ങനെ ഈ പ്രവർത്തനത്തെ പരിണാമമായിട്ട് എഫക്റ്റ് ആയിട്ട് എന്തിനാണ് ഉണ്ടാവിടെ. അതാണ് നെക്സ്റ്റ് ആയത്തിൽ അല്ലാഹു തആല ചൊന്നിട്ടുള്ളേ ഇന്നാ അഅ്തദ്നാ ലിൽസാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ. ളാലിമീങ്ങു കാഫിരീങ്ങു അക്രമിയായിട്ടുള്ള അള്ളാഹുടെ വിശ്വസിക്കാണ്ട നടന്നോട്ടുള്ള ആളുമാർക്ക് നങ്ങ റെഡിയാക്കി വെച്ചിറ നാറൻ വലിയ ഒരു നരകത്തെ തീടെ ഭയങ്കരമായ ഭയാനകമായിട്ടുള്ള ശിക്ഷയായിട്ടുള്ള ഒരു തീടെ നങ്ങ റെഡിയാക്കി വെച്ചിറ. അഹാത ബിഹിം സുറാദിഖുഹാ അതിരെ പരിധിങ്ങ ഗഡിങ്ങ അത് അങ്ങനെ കവറാക്കി വിട്ടുരു. അങ്ങനെ ശക്തമായ രൂപത്തിൽ ബന്ധനാക്കിയിട്ടുള്ളങ്ങനത്തെ ഒരു തീടെ വലിയ തീടെ നങ്ങ ഒരു നരകത്തെ നങ്ങ ഈ ലാലിമീങ്ങു ಬೇನಾയിട്ട് അക്രമിങ്ങു ಬೇനായിട്ട് കിബിറന്മാർക്ക് മുത്തക്കബീരിങ്ങു ಬೇനായിട്ട് നങ്ങ റെഡിയാക്കി വെച്ചിരാണ്ടാണ്. ഒരിക്കലും അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുകയില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കവറാക്കി വിടുന്നങ്ങനത്തെ തീയാണ്. അതിൽ നിന്ന് പുറത്തു പറകു ഒരു നിലക്കും പിന്നെ സാധ്യമല്ല. ആ രൂപത്തിലുള്ള തീടെയാണ് നങ്ങ റെഡിയാക്കി വെച്ചിര നങ്ങ സജ്ജീകരിച്ചു വെച്ചിര. നരകവും സ്വർഗത്തെയും അല്ലാഹു തആല ഓൾറെഡി ഇപ്പമേ അല്ലാഹു തആല പഠിച്ചു വെച്ചിര ചൊല്ലെ വിശ്വാസമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തുൽ. അതെല്ലാം അല്ലാഹു തആല ഇപ്പമേ റെഡിയാക്കി വെച്ചിര നരക സ്വർഗം എല്ലാം. എന്നിട്ട് നരകത്തിൽ അങ്ങനെ അവസ്ഥ എന്തിനാവുള്ളൂ. വയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ്. ആ നരകത്തിൽ വെച്ചിട്ട് അതിരെ ശക്തമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള തീടെ സതിക്കുകവാണ്ടങ്ങ ഹെൽപ്പ് കേക്കിടാറ് സഹായ കേക്കിടാറ് അട്ടഹസിച്ചിട്ടങ്ങ സഹായ കേക്കുവാറ്. വയ്യസ്തഗീസു അങ്ങനെ സഹായ കേട്ടിട്ടായെങ്കിൽ യുഗാസു ബിമാഇൻ കൽമുഹ്ൽ ഒരു നീച്ചമായിട്ടുള്ള ഒരു പാനീയമായിട്ട് ഇക്രമു കൊടുക്കുടെ. എങ്ങനത്തെ പാനീയത് കൽ മുഹുൽ അത് നല്ല ബെച്ചാക്കിയിട്ടുള്ള എണ്ണയുടെ അടിയിൽ കെട്ടി നിൽക്കടങ്ങനത്തെ
ഒരു ജഡ് പോലത്തെ അങ്ങനത്തെ ഒരു അതിരെ കേടായിട്ടുള്ള അങ്ങനത്തെ ഒരു ദ്രവം ഉണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തു ഇക്കടല്ലേ ആ രൂപത്തിലുള്ളേ ഒരു അത് എണ്ണയുടെ ആ കീൽ ബണ്ണങ്ങനത്തെ ജഡ്ഡുണ്ടല്ലോ ചൊല്ലാറ്, ആ രൂപത്തിലുള്ളങ്ങനത്തെ നീചമായിട്ടുള്ള ഒരു പാനീയമാണ്. വളരെ ഒരിക്കലും കുടിക്കുക കേൾക്കാത്ത ഒരു ഭയങ്കര ಬೆಚ್ಚವುಳ್ಳಂಗಂತ ഒരു പാനീയമാണ് അങ്ങു കൊടുക്കപ്പെಡ್ರೆ. അങ്ങ താകാവಡು ಉಂಟು ಬೊಬ್ಬೆಟ್ಟಿಟ್ಟು ചൊല്ലുമ്പോ അങ്ങ് കൊടുക്കടങ്ങനത്തെ പാനീയ അതാണ്. ഇതെല്ലാം കാഫിരിങ്ങളെ വാലിമീങ്ങളെ ലുൽമു കാട്ടി നടക്കണങ്ങനത്തെ അക്രമം കാട്ടി നടക്കണങ്ങനത്തെ മനുഷ്യന്മാരെ ഇത് അതുപോലെ പാവപ്പെട്ട ആൾമാരല്ല നെഗ്ലക്റ്റ് ആക്കിയിട്ട് കിബിറ് കാട്ടി നടക്കുന്ന ആൾമാർഗുല്ലേ വാർണിംഗ് എച്ചരിക്കை ഇട്ടിക്കൽ അള്ളാഹു താല തന്നിട്ടുള്ളേ. ആ പാനീയം കുടിച്ചെങ്കിൽ എന്തിനാവുള്ളത്? യശ്വിൽ വുജൂ, അത് കുടിക്കോകില്ല മുട്ട അതിരെ ബായിಗೆ മുട്ടാക്കിയെങ്കിൽ അങ്ങനല്ലേ താകാവണോണു എങ്ങനത്തെ പാനീയ കിട്ടിയെങ്കും അവിടെ അല്ലെ അതിശക്തമായിട്ടുള്ള താകാവുമ്പോ എങ്ങനത്തെ കുടിക്കരുത് എങ്ങനത്തെ കിട്ടിയെങ്കോണു കുടിക്കൊണ്ടാവു. പക്ഷേ അത് കുടിക്കണു ചെന്നിട്ട് ബായുടെ മുട്ടാക്കുമ്പോ യശ്വിൽ വുജൂ മുഖത്തമേ അത് ബെടക്കാക്കി ಬಿಡ್ರು, മുഖത്തമേ അത് കരിച്ചു ಬಿಡ್ರು. ആ രൂപത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു ബെടക്കായിട്ടുള്ള പാനീയമാണ്. കുടിക്കുകയാവില്ല മാത്രല്ല അത് മുഖത്ത് മുട്ട പോലും ആക്കുകയാവില്ല. മുഖത്ത് മുട്ടാക്കിയെങ്കിൽ ഹദീസിൽ കാണ്ട് സഖത്തത്ത് ഫീഹി ഫർവത്തുൽ വുജൂഹി, മുഖത്തിലുള്ള തൊലിയല്ല ഇങ്ങനെ തോലല്ല ഇങ്ങനെ ഉരുകിട്ട് കീല് ബൂണ്ടുണ്ടാണ്. ആ പാനീയത്തെ അതിശക്തമായ ചൂട് കൊണ്ടിട്ടു മുഖ ഇങ്ങനെ കംപ്ലീറ്റ് വെടക്കായി പോണു. മുഖത്തെ തോലുങ്ങല്ല ഊരി 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 ഇങ്ങനെ പോണ്ടു. അത്രയും ശക്തമായിട്ടുള്ള ബെച്ചവുള്ളങ്ങനത്തെ ഒരു പാനീയറ്റിക്കിറങ്ങും കൊടുക്കപ്പെടേ. ബിഅ്സ ശറാബു വസാഅത് മുർതഫഖാ, വല്ലാത്ത കേടായിട്ടുള്ള പാനീയമാണങ്ങോ കൊടുക്കപ്പെടേ. ബിഅ്സ ശറാബ് ഭയങ്കര ബെടക്കായിട്ടുള്ളങ്ങനത്തെ ഭാരി കേടായിട്ടുള്ള അങ്ങനത്തെ ഒരു പാനീയമാണത്. വസാഅത്ത് മുർതഫഖാ, ആ നരക്ക ചൊല്ലെ ആ ഒരു താണ അത് വല്ലാത്ത കേടായ താണമാണ്. മനുഷ്യക്ക് ചിന്തിക്കുകയാവാത്ത രൂപത്തിലുള്ള കേടായിട്ടുള്ള അങ്ങനത്തെ ഭാരി ബെടക്കായിട്ടുള്ള അങ്ങനത്തെ നികൃഷ്ടമായിട്ടുള്ള ഒരു താണായിട്ടിക്കറ് നരക്കാ ചൊല്ലത്. ആറും ഒരിക്കലും ഒരു നിരക്കും ആഗ്രഹിക്കില്ല അങ്ങനത്തെ ഒരു താണ ആയിട്ടിക്കറ് ഈ കാഫിരിങ്ങുങ്ങ റെഡിയാക്കി വെച്ചിരേ. കുഫുർ മനഃപൂർവ്വം ഗൊന്തിന്നിട്ടും മനസ്സിലെല്ലാം ഈ സത്യവും നേരല്ല ഗൊന്തിന്നിട്ട് പോലും വലിച്ചെറിഞ്ഞിട്ട് നുൽമാക്കി നടക്കണങ്ങനത്തെ കാഫിരിങ്ങൾ അള്ളാഹു താല ബെർദക്ക് വിടില്ല എന്നൊരു എച്ചരിക്കയാണ് ഇതിൽ ചൊല്ലി. അത് കഴിഞ്ഞ വർത്തിಗೆ അള്ളാഹു താല മുഅ്മിനീങ്ങുലെ സ്വർഗത്തെ വിഷയമാണ് അള്ളാഹു താല ചൊല്ലി. സാധാരണ ഖുർആനിൽ എവിടെയും നരക്കത്തെ വിഷയം വരുമ്പോ അള്ളാഹു താല അതിൽ പിന്നെ സ്വർഗത്തെ വിഷയം സാധാരണ അള്ളാഹു താല ചൊല്ല. സൂറത്തുൽ കഹ്ഫിയുടെ തുടക്ക ഭാഗത്തിൽ ഞങ്ങൾക്ക് ഇത് കാണുകയിತ್ತು. അതിലെ തുടക്ക ഭാഗത്തിലും ഒരു ഭാഗത്തില് ശിക്ഷയുടെ ಬಗ್ಗೆ അള്ളാഹു താല ചൊന്നപ്പ രക്ഷയുടെ ಬಗ್ಗೆ അല്ലെങ്കിൽ സ്വർഗത്തിക്ക് എത്രതര ബഗ്ഗെയും അള്ളാഹു താല അവിടെ മെൻഷൻ ആക്കിയിട്ടിന്ന. അങ്ങനെ അള്ളാഹു താല ചൊല്ലേ, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമലാ. ഈമാന് അള്ളാഹു തആലയുടെ വിശ്വസിച്ച ആൽമാർ അള്ളാഹു റസൂലിലും വിശ്വസിക്കണ കാര്യങ്ങളെ വിശ്വസിച്ചിട്ട് വഅമിലുസ് സ്വാലിഹാത്തി നല്ല സത്കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ ആക്കിയിട്ട് പോണ്ട ആക്കട ആൽമാർ ഇന്നാ ലാ നുളീഉ അജ്റ മൻ അഹ്സന അമല, അങ്ങനത്തെ നല്ല കാര്യം ആക്കട ആൽമാരെ കൂലിങ്ങളെ ഒരിക്കലും ഞങ്ങൾ നഷ്ടപ്പെടുത്തില്ല. അങ്ങു കിട്ടണായ പ്രതിഫല അങ്ങു കിട്ടണായ റിസൾട്ട് നല്ല ഒരു റിസൾട്ട് ഖണ്ഡിതമായിട്ടും ഞങ്ങൾ കൊടുക്കടാ. ഇന്നാലാനുലി അങ്ങ അഹ്സനു അമല അങ്ങയിട്ടിക്കിടാറ് അല്ലെ. ഇതിന്റെ തുടക്കത്തിൽ അള്ളാഹു താല ചൊല്ലുന്നു എന്തിരെ ദുനിയാവിടെ ಬಗ್ಗೆ ചൊല്ലുമ്പോ സൂറത്തുൽ കഹ്ഫിയുടെ തുടക്കത്തിൽ ദുനിയാവിടെ ಬಗ್ಗೆ ചൊന്നപ്പ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ദുനിയാവിടെ ഈ ചന്തങ്ങളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിരെ ഞങ്ങൾ ടെസ്റ്റ് ആക്കുകയായിട്ടാണ് എന്തിനായിട്ട് ആരാ നിങ്ങളെ കൂട്ടത്തിൽ നല്ല
പ്രവർത്തനങ്ങാക്കണങ്ങ ഈ അഹ്സനു അമല അമലില് നല്ല അങ്ങ് ആറല്ല ഇട്ടിക്കിടാറ് പ്രവർത്തനത്തില് ഈ ദുനിയാവുടെ ഡീലാക്കണ വിഷയത്തില് ദുനിയാവുടെ നിർവഹണാക്കണ വിഷയത്തിൽ ആരാണ് നല്ല രൂപത്തിലാക്കടേ എന്ന് പരീക്ഷിക്കുകയായിട്ടാണ് ദുനിയാവുടെ ഈ സംഗതികളെന്നങ്ങ സൃഷ്ടിച്ചിരേണ്ട അള്ളാഹു താല ചൊന്നുന്ന. എന്നാൽ ആരാണത് അഹ്സനു അമല ആവണുണ്ടെങ്കിൽ എന്തിനാക്കണു എന്ന ഒരു സൂചനയാണ് ഈ ആയത്തിൽ അള്ളാഹു താല ചൊന്നിട്ടില്ലേ. എങ്ങനെ അല്ലദീന ആമനു ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാന് കൃത്യമായിട്ട് ഈമാൻ ഉറപ്പിച്ചിട്ട് ഈമാൻ ദൃഢമാക്കിയിട്ട് സ്വാലിഹായ നല്ല കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ആക്കണങ്ങ അങ്ങ അഹ്സനു അമലായിട്ടിക്കിടാറ്. അങ്ങനത്തെ അഹ്സനു അമല നൽ പ്രവർത്തനങ്ങൾ ആക്കണങ്ങ നല്ല രൂപത്തില് കാര്യങ്ങളുടെ നിർവഹണ ആക്കടങ്ങ അങ്ങനെ കൂലി ഒരിക്കലും ഞങ്ങൾ നഷ്ടപ്പെടുത്തില്ല. അപ്പൊ ദുനിയാവുടെ നല്ല രൂപത്തിലുള്ള നിർവഹണ ആക്കടെ ആൽമാറ് അത് ഈമാനും നല്ല പ്രവർത്തനമുള്ള ആൽമാറിട്ടാണ് അള്ളാഹു താലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നെ. മുഅ്മിനീങ്ങ വളരെ അത്യാവശ്യമാണ് ദുനിയാവുടെ നിലനിൽപ്പുക. ഈമാനുള്ള ആൽമാറും സ്വാലിഹീങ്ങളായ ആൽമാറ് ദുനിയാവുടെ നിലനിൽപ്പുക വളരെ അത്യാവശ്യമായിട്ടിക്കത്. അല്ലെങ്കിൽ ദുനിയാവുടെ ബാലൻസ് തപ്പിപ്പോണ്ടു അല്ലെ. ഈമാനിന്ന മനുഷ്യന്മാർക്കല്ലേ ഊടെ കാണ്ടങ്ങനത്തെ എല്ലാ സൃഷ്ടികളൊട്ടിಗೆ നല്ല രൂപത്തിൽ പെരുമാറുക. അവിടെ ഒരു മരത്തെ ഈമാനിന്ന ഒരു മനുഷ്യ ഒരു ചെടിരെ അല്ലെങ്കിൽ ഒരു സസ്യത്തെ ബെർദകായിട്ട് അവನು പരിച്ചെടുക്കില്ല. കാരണം അവനക്ക് ബോധമുണ്ടു ഇത് നന്റെ ആരാണോ പടച്ചത് അതേ അള്ളാഹുവായിട്ടിക്കറ ഈ സസ്യത്തെയും ഈ മരത്തെയും പടച്ചിര്. അപ്പൊ ആ അള്ളാഹു ചൊന്ന പോലെ മാത്രമേ ഇതിൽ നക്ക് കൈകാര്യമാക്കുക അവിടെ ഇതിരെ നിർവഹണ ആക്കുക അവിടെ. അതുകൊണ്ടിട്ട് ബെർദകായിട്ട് നക്ക് എന്താക്കാവില്ല ഇതിരെ പരിച്ചെടുക്കുക ഇതിരെ നശിപ്പിക്കുക നന്നെ കൊണ്ട് സാധ്യയില്ല. നാണ് ആക്കുക തീര എന്ന ബോധം ഉണകിക്കിട്. ഇപ്പൊ ഈമാന് ആ മര അവന്റെ പിന്നെ കട്ടാക്കടലിൽ നിന്ന് തടയിടും. അപ്പൊ അത് പിന്നെ അതൊരു സ്വാലിഹായ അമലേറ്റിക്കറ് അല്ലെങ്കിൽ അഹ്സനു അമലേറ്റിക്കറ് നല്ല പ്രവർത്തനം നല്ല രൂപത്തിലുള്ള പ്രവർത്തനം ഏറ്റിക്കറ്. അതേപോലെ എല്ലാ വിഷയത്തിലും തന്നി യൂസ് ആക്കുന്ന വിഷയത്തിൽ ഒട്രാസി മുഅ്മിനായ ഒരു മനുഷ്യക്ക് ഒട്രാസി തന്നി യൂസ് ആക്കുകയില്ലേ. തന്നിര ഇങ്ങനെ വെറുതെക്ക് വേസ്റ്റ് ആക്കാവില്ല. കാരണം അവനക്ക് ബോധമുണ്ടു ഈ നാണിങ്ങനെ തന്നി യൂസ് ആക്കണത് അള്ളാഹു ಇದರ ಬಗ್ಗೆ ഓരോ പ്രവർത്തനത്തെ ಬಗ್ಗೆ നാളെ ആഖിറത്തിൽ അള്ളാഹു താല നന്നിട്ട പ്രശ്നം കേൾക്കിട. അപ്പൊ നാനിപ്പോ യൂസ് ആക്കിക്കൊണ്ടില്ല ഈ തന്നിര ಬಗ್ಗೆ എന്തികാണ് ഇത്ര നീ തന്നി യൂസ് ആക്കിയ എന്നൊരു പ്രശ്നം അള്ളാഹു താല എന്നിട്ട് കേൾക്കിട. അതുകൊണ്ടിട്ട് നക്ക് വേണ എത്ര മാത്രം ഞാൻ യൂസ് ആക്കുന്നു. ഒരു പ്രാണിക്ക് കൊല്ലപ്പെടാ പറ്റാത്തങ്ങനത്തെ കൊല്ലകു തീരാത്തങ്ങനത്തെ ഒരു പ്രാണിന്റെ ബെർദകായിട്ട് ഉപദ്രാക്കണമ അല്ലെങ്കിൽ കൊല്ലിടമ ഒരു മുഅ്മിനായ മനുഷ്യക്ക് ആക്കുകയില്ല. കാരണം അവനക്ക് ചോദ്യത്തെ നാളെ ആഖിറത്തെ വിചാരണ അവനക്ക് പേടിയുണ്ട്. ഈ രൂപത്തിൽ ഈമാനാണ് യഥാർത്ഥത്തിൽ ദുനിയാവുടെ സംരക്ഷണാക്കടെ. ഇണ്ട് നോക്കൊരു ഈമാനില്ലാത്തത് കൊണ്ട് അമിലു സ്വാലിഹാത്ത് ചൊല്ലതില്ല, നൽപ്രവർത്തനം ആക്കടെ ചൊല്ലത് എന്തായാലും ഇക്കില്ല. അതുകൊണ്ടിട്ട് ഈമാനില്ലാത്തത് കൊണ്ടിട്ട് ദുനിയാവുടെ ബാലൻസ് തപ്പിടങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഇണ്ടത്തെ പോക്കുക നിലവിലുള്ളേ. എല്ലാ കാടുകളെല്ലാം നശിപ്പിച്ചിട്ട് വലിയ വലിയ ബിൽഡിങ് കെട്ടുകയാണ് മനുഷ്യന്മാർ പോയിട്ടില്ലേ. ഗുഡ്ഡങ്ങ കാടുങ്ങ എല്ലാം നശിപ്പിക്കടെ പ്രവർത്തനത്തിലാണ്, നശീകരണ പ്രവർത്തനത്തിലാണ് മനുഷ്യന്മാർ കൊല്ലേ. എല്ലാ കാടുകളെല്ലാം നശിപ്പിച്ചിട്ട് സിറ്റിങ് ഉണ്ടാക്കിയിട്ടുള്ളാറ്. ബിൽഡിങ്ങയുടെ കാടുങ്ങാണ് ജാസ്തിയായിട്ടുള്ളേ. തന്നി യൂസാക്കിയിട്ട് നല്ല ശുദ്ധമായ തന്നി കിട്ടുകില്ലാത്ത രൂപത്തിലാണ് മനുഷ്യന്മാരെ പോക്കു പോയിട്ടുള്ളേ. മിതിമീരിയ ആഹാര സേവനയുടെ കാരണമായിട്ട് ഇതെല്ലാം ഈമാനില്ലാത്തത് കൊണ്ടിട്ടാണ് നടന്നുകൊണ്ടില്ലേ. യഥാർത്ഥത്തിൽ അള്ളാഹു റസൂൽ ചൊന്ന രൂപത്തിലുള്ള നമുക്ക് ഈമാനില്ല. അതുകൊണ്ടിട്ട് അമിലു സ്വാലിഹാത്തും ഇല്ലാണ്ടായി പോയത്. മിതിമീരിയ ആഹാര സേവന കൊണ്ടിട്ടു നല്ല ശുദ്ധമായിട്ടുള്ളേ അല്ലെങ്കിൽ കലബിറക്കെങ്ങെന്തും ഇല്ലാത്തങ്ങനത്തെ മായ ഇല്ലാത്തങ്ങനത്തെ നല്ല ഫുഡുങ്ങ കിട്ടുകില്ലേ. എല്ലാ ഫുഡുങ്ങളിലും ഏതെങ്കിലും രൂപത്തിലും ഹാനിങ്ങ ഏതെങ്കിലും രൂപത്തിലുള്ള ആപത്തങ്ങ ഇല്ലാത്തൊരു ഫുഡിന്റെ കിട്ടുകില്ല. കാരണം മനുഷ്യന്മാർ ഈ രൂപത്തിൽ മിതിമീരിയ ആഹാര സേവനാക്കുമ്പോൾ ഫുഡും മിതിമീരിയ രൂപത്തിൽ പ്രൊഡക്ഷൻ നടക്കണോടു. അപ്പൊ ഒട്രാസി പ്രൊഡക്ഷൻ എല്ലാം നടക്കുന്ന കാലമാണ്. അപ്പൊ ആ രൂപത്തില് ഈമാൻ ഇല്ലാത്തത് കൊണ്ടിട്ടു ആ വിഷയത്തിലും വല്ലാത്ത ആഫത്ത് മുസീബത്ത് നടന്നുകൊണ്ടുണ്ട്. ഇങ്ങനെ ഓരോ വിഷയം എടുത്തു നോക്കി വഴിപാട്ട് വ്യവഹാരത്തില് മനുഷ്യന്മാർ വഞ്ചനയാറായി പോയിട്, ചതിയാറായി പോയിട്. ഒരു നേരായ രൂപത്തില്
നിഷ്കളങ്കമായിട്ട് വഞ്ചനയില്ലാത്ത രൂപത്തിൽ വ്യവഹാര ആക്കുക ആർക്കും മനസ്സില്ല. കാരണം ഈമാനില്ല. ഇപ്പൊ ഈമാനില്ലാത്ത നക്ക് അള്ളാഹുത്താല നക്ക് തൻ ഉദ്ദേശിച്ചത് നക്ക് തരണമായത് നക്ക് അകത്തുള്ളത് അള്ളാഹു തണ്ടാച്ചുള്ള ഒരു വിശ്വാസം നോണുകു വെറുതെ വഞ്ചനാക്കിയിട്ട് സ്വത്ത് സമ്പാദനാക്കട അഗത്യമണ്ട ഇല്ല, ഒരിക്കലും വേണ്ടില്ല. അവനുകു അള്ളാഹുത്താല തൃപ്തിപ്പെട്ട രൂപത്തിൽ മാത്ര സമ്പാദനാക്കുകയാണ് അവനുക്ക് മനസ്സിക്കടെ. അപ്പൊ ഈമാനാണ് ശരിക്ക് ലോകത്തിലെ ബാലൻസ്. ഈ ജഗത്തു ഞങ്ങൾ ജീവിക്കിടങ്ങനത്തെ ഈ ലോക കൃത്യമായ രൂപത്തിൽ പോണുണ്ടായെങ്കിൽ അത് മനുഷ്യന്മാരുടെ ഉപകാരത്ത് കണ്ടിട്ട് മാത്രല്ല, എല്ലാ ജീവിജാലങ്ങളെ സസ്യങ്ങ മരങ്ങ എല്ലാം നല്ല രൂപത്തിൽ പോണുണ്ടായെങ്കിൽ ഈമാൻ അടിസ്ഥാനമായിട്ട് ഇക്കറിട്ട് നമുക്ക് മനസ്സിലാക്കാവും. അപ്പൊ അങ്ങനത്തെ മുഅ്മിനീങ്ങു അള്ളാഹു താല നല്ല റിസൾട്ട്, നല്ലൊരു പ്രതിഫല അങ്ങുക അള്ളാഹു താല റെഡിയാക്കി വെച്ചിറ. ഏതുപോലെമേ ലാലിമീങ്ങു ഈ ലുൽമാക്കടെ ചൊന്നെങ്കെന്തര ലാലിമീങ്ങു നരകം റെഡിയാക്കി വെച്ചിറാണ്ടാണ് ഇതിന് മുന്നൽ അള്ളാഹു താല ചൊന്നത്. ലുൽമു ചൊന്നെങ്കെന്തരെ ഇമാമുമാർ വിശദീകരിക്കാറ്. ലുൽമു ചൊന്നെങ്കിൽ അറബി ഭാഷയിലെ ലുൽമു ചൊന്നെങ്കിൽ മഹല്ലിഹിട്ടാണ്. ഒരു സംഗതിരെ അത് വെക്കുണായ ജാഗത്തിലല്ലാണ്ട് വെക്കിടെ. ഒരു സംഗതി ഒരു കാര്യ അത് ആക്കൊണായ രൂപത്തിലല്ലാണ്ട് ആക്കിടെ, അല്ലെങ്കിൽ ഒരു കാര്യ അത് ബെയ്ക്കുണായ ജാഗത്തിലല്ലാണ്ട് ബെയ്ക്കിടെ, അത് ലുൽമാണ്. അത് ഞങ്ങൾ ഏത് വിഷയത്തിലും അത് ഒരാൾക്ക് ഞങ്ങൾ അടിക്കൊണ്ടിട്ടില്ലേ, അടിക്കിടതൊരു ലുൽമായിട്ടിക്കറ്. കാരണം ഒരു അനാവശ്യമായിട്ട് അകറ്റില്ലാണ്ട് അടിക്കിற ചൊല്ലുന്ന ലുൽമ എങ്ങനെ ലുൽമാടു? ഞങ്ങളെ കൈ ചൊല്ലത് അത് ഞങ്ങൾ എന്താക്കിയ ഗൈരി മഹല്ലിഹി, കൈ യഥാർത്ഥത്തില് അവിടെ ബെയ്ക്കുണായ ജാഗല്ല. ഒരുത്തര തടിയിൽ ഈ കൈ അങ്ങനെ ബെയ്ക്കു കുത്തിയിರಂತ. അപ്പൊ ബെയ്ക്കുണായ ജാഗത്തിലല്ലാണ്ട് ഈ കൈയുടെ ഞങ്ങൾ വെച്ച, അപ്പൊ അത് ലുൽമൈത്ത് അല്ലെങ്കിൽ അക്രമമൈത്ത്. ഇങ്ങനെ പ്രതി ഒരു കാര്യ അത് ആക്കൊണായ രൂപത്തിലാക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യ ബെയ്ക്കുണായ ജാഗത്തിൽ വെച്ചില്ലേണ്ടെങ്കിൽ അത് ലുൽമാവും. ഒരു മരത്തെ ബെർദെഗും നശിപ്പിക്കടെ ചൊല്ലത് അത് ലുൽമൈറ്റിക്കറ്. തന്നി ബെർദെഗും വേസ്റ്റ് ആക്കട്ടെ, അതൊരു ലുൽമാണ്. ഫുഡ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഫുഡും തിന്നരെ, അത് ലുൽമായിട്ടിക്കറ്. ഞങ്ങൾ ഇപ്പൊ ചൊന്ന പോലെ വൈവാട്ടിങ്ങനെ വഞ്ചന രൂപത്തിലാക്കട്ടെ, അത് ലുൽമായിട്ടിക്കറ്. മനുഷ്യന്മാരെ മോശാക്കട രൂപത്തില് പിന്നെ എന്തെങ്കിലും പ്രവർത്തനം ആക്കട്ടെ, അത് ലുൽമായിട്ടിക്കറ്. ഇങ്ങനെ എല്ലാ ഈമാനില്ലാത്തങ്ങളിൽ നിന്ന് ആൽമാരിൽ നിന്നിട്ട് കാഫിരിങ്ങളിൽ നിന്നിട്ട് ലുൽമയെ ഉണ്ടാവിടെ. അങ്ങനത്തെ ലുൽമാക്കടെ ആൽമാർക്ക് നരകമാണ് അല്ലാഹു തആല റെഡിയാക്കി വെച്ചത്. മുഅ്മിനീങ്ങളിൽ നിന്നിട്ട അങ്ങനെ നിന്നുണ്ടാവിടെ അമിലു സ്വാലിഹാത്താണ്, സ്വാലിഹായ പ്രവർത്തനാണ് അങ്ങനെ നിന്നുണ്ടാവിടെ. അങ്ങുക അല്ലാഹു തആല നല്ല സ്വർഗ്ഗ റെഡിയാക്കി വെച്ചിരാണ്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. എങ്ങനത്തെ സ്വർഗമാണ്? ആ സ്വർഗത്തെ നല്ല രൂപത്തിൽ അല്ലാഹു തആല ഇനി വിശദീകരിച്ചുകൊണ്ടുള്ള ഉലൈക ലഹും ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. ആ മുഅ്മിനീങ്ങു നല്ല സ്വർഗോദ്യാനങ്ങൾ ഉണ്ട്, സ്വർഗത്തെ തോട്ടങ്ങൾ ഉണ്ട്, സ്വർഗത്തെ നല്ല പൂന്തോപ്പുകൾ ഉണ്ട്. എങ്ങനത്തെ സ്വർഗത്തെ പൂന്തോപ്പാണ്? തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അതിരെ മുട്ടത്തിലായിട്ട് അതിരിങ്ങനെ കീഴിലായിട്ട് നല്ല പൊലങ്ങ ഒൽകുടു, നല്ല പൊലങ്ങ സൈഡിലായിട്ടുള്ള അങ്ങനത്തെ നല്ല തോട്ടങ്ങ, നല്ല ശുദ്ധമായ തന്നിങ്ങനെ ജുളു ജുളു ഇങ്ങനെ ഹരിഞ്ഞു പോണ്ടങ്ങനത്തെ മുട്ടത്തുള്ള തോട്ടങ്ങ, നല്ല സ്വർഗോദ്യാനങ്ങളാണ്. സുഖ സമ്പത്ത് എന്ന് പറഞ്ഞങ്ങനത്തെ സ്വർഗോദ്യാന ഐറ്റിക്കറാ മുഅ്മിനീങ്ങുല്ലേ. അല്ലെ, നിങ്ങൾ നോക്കൊരു അങ്ങനത്തെ നല്ല പ്രദേശത്തുകെല്ലാം പോയെങ്കിൽ ഇങ്ങനെ ഒരു നല്ല തന്നിരെ ഒരു ചെറിയൊരു പൊലമ ഒരു തോട ഇങ്ങനെ ഒരു തോട്ടത്തേടൽ ഇങ്ങനെ ഒൽകി പോണ്ടത് ചൊല്ലത് ഭാരി ചന്തത്തെ ഒരു സീനായിട്ടിക്കറ്. അല്ലെ, നിങ്ങൾ സാധാരണ കാശ്മീർ അതുപോലത്തെ പ്രദേശത്തിലുള്ള വീഡിയോസിലെല്ലാം നോക്കിയിട്ടിക്കോ, അവിടെ ഇങ്ങനെ പൊലങ്ങ ഒൽകിടതും ചെറിയ തോടുങ്ങ ഇങ്ങനെ ഒൽകിടതും അതിനിടയിൽ നല്ല തോട്ടങ്ങവും നല്ല കാടുങ്ങെല്ലാം കാണ്ടത് മനുഷ്യന്മാരെ കണ്ണുക്ക് നല്ല സംപ്പാവടങ്ങനത്തെ ഒരു സംഗതി ഇട്ടിക്കറ്. ആ രൂപത്തിലുള്ള അത് ഭൂമി ലോകത്തിലെ അത്രയും ഞങ്ങൾ ചന്ത ആസ്വദിക്കോണ്ടേ അതിനേക്കാൾ എത്രമാ മാക്സിമം ആയിട്ടുള്ള രൂപത്തിൽ നല്ല ചന്തത്തെ ഒരു നല്ല കണ്ണുക്ക് സംപ്പാക്കട രൂപത്തിലുള്ള അങ്ങനത്തെ സ്വർഗ ഇട്ടിക്കർ അല്ലാഹു തആല മുഅ്മിനീങ്ങുക അല്ലാഹു തആല കൊടുക്കടേ. യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബ്. ആ സ്വർഗത്തിൽ അങ്ങോകു ബംഗാറെ ബലങ്ങ അങ്ങോകു ധരിപ്പിക്കപ്പെടുക. അങ്ങനെ വേഷവും നല്ല വേഷാണ് അങ്ങോകു ധരിപ്പിക്കപ്പെടുക. ചുറ്റുമുത്തിലും നല്ല സീനും ഉണ്ട്.
അങ്ങും നല്ല വേഷങ്ങ ധരിപ്പിക്കപ്പെടുറി ബംഗാര ബലങ്ങ അങ്ങു ധരിപ്പിക്കപ്പെടുറി വയൽബസൂന സിയാബൻ ഖുദറം മിൻ സുന്ദുസിൻ വൈസ്തബ്റഖ് നല്ല സ്മൂത്ത് ഉള്ളങ്ങനത്തെ അതുപോലെ സ്മൂത്ത് ഉള്ളങ്ങനത്തതും ഗട്ടിയായിട്ടുള്ളങ്ങനത്തെ നല്ല പച്ച പട്ടു വസ്ത്രം രേഷ്മ വസ്ത്രങ്ങ സിൽക്ക് ഡ്രസ്സുങ്ങ അങ്ങ് ധരിപ്പിക്കപ്പെടുറ് അങ്ങ് ധരിക്കിടാറ് സ്വർഗത്തില്. അപ്പൊ വേഷത്തിലുള്ള നല്ല വേഷവിധാനങ്ങ നല്ല കാണുകു ചന്തുള്ളങ്ങനത്തെ വേഷങ്ങായിട്ടിക്കറ അങ്ങു സ്വർഗത്തിലിക്കടെ. അതുപോലെ മുത്തക്കിഈന ഫീഹ അലൽ അറായിക് അങ്ങ ദയിക്കിടങ്ങനത്തെ ജാഗമ അങ്ങ നല്ല ചാഞ്ഞ് വറങ്ങടങ്ങനത്തെ ജാഗമ അതും നല്ല അലങ്കൃതമായിട്ടുള്ളങ്ങനത്തെ ജാഗ ഇട്ടിക്കറ്. അരീക്കത്തിന മേല് ആണങ്ങ ചാഞ്ഞ് വറങ്ങടേണ്ടാണ് അള്ളാഹു താല ചൊല്ലി. അരീക്കത്ത് ചൊന്നെങ്കിൽ നല്ല അലങ്കാരമാക്കിയിട്ടുള്ളങ്ങനത്തെ പുതിയാപ്പിലേക്ക് അലങ്കാരമാക്കിടങ്ങനത്തെ പണ്ട് കാലത്തിലുള്ള നല്ല അലങ്കാരമാക്കിടങ്ങനത്തെ ഒരു പ്രത്യേക കട്ടിലുകാണ് അരീക്കത്തിന് ചൊല്ലി. അതിരെ 4 ഭാഗത്തിലും നല്ല അലങ്കാരാക്കിട്ടിക്കട് നല്ല ഡിസൈൻ ആക്കിട്ടിക്കട് അതിരെ പിന്നെ നടുലായിട്ടാണ് പുതിയാപ്പില പറഞ്ഞത്. അങ്ങനത്തെ അത് ദുനിയാവുടേത് അത്ര ചന്തമില്ലാണ്ടായെങ്കിൽ അതിരക്കാണ് എത്രമാ വലിയ രൂപത്തില് ചന്ത ആക്കിയിട്ടുള്ള അങ്ങനത്തെ നല്ല അലങ്കൃതമായിട്ടുള്ള അങ്ങനത്തെ സോഫ സെറ്റുങ്ങളാണ് അങ്ങ് വറങ്ങടെ അല്ലെങ്കിൽ അങ്ങ് ചാഞ്ഞ് കിടക്കടെ. നിഅമ സവാബ് ഈ ഒരു പ്രതിഫലം എത്ര നല്ലതായിട്ടിക്കറ്. മനുഷ്യന്മാർ ആഗ്രഹിക്കണങ്ങനത്തെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കണങ്ങനത്തെ രൂപത്തിലുള്ള അങ്ങനത്തെ പ്രതിഫലാണ് അള്ളാഹു താല സ്വർഗത്തിൽ തന്നെ ഉണ്ട്. മനുഷ്യന്മാർക്ക് ഇതെല്ലാം ആഗ്രഹമുണ്ട്. അതുകൊണ്ടിട്ടല്ലേ ദുനിയാവിൽ ഇത്തര മനുഷ്യന്മാർ പൊറുമ്പിടെ ಅದಕ್ಕಾയിട്ടല്ലേ സുഖ കിട്ടകുവേനായിട്ട് മനുഷ്യന്മാർ പൊറുമ്പിയുണ്ടാറ് ഉടമೆ പൊറുമ്പിയുണ്ടാറ്. തിന്നുറതിലും കുടിക്കുന്നതിലും ചാഞ്ഞ് ഉറങ്ങിടതിലും നോക്കുകുല സീനിലും ഇതിലെല്ലാം മനുഷ്യന്മാർക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ സുഖ മനുഷ്യന്മാർക്ക് വേണു ഉടമെ വേണു. ಅದರುಲ್ಲ ಆಗ್ರಹ ಮನುಷ್ಯಮಾರು ಉಳ್ಗೊಂಡು പക്ഷേ ദുനിയാവു ಅದಕ್ಕೆ ಬೇಣಾയ ರೂಪത്തിൽ അല്ലാഹു താല പടച്ചിട്ടില്ല. ദുനിയാവിടെ പടച്ചിട്ടില്ല. മനുഷ്യരെ ഉൾഗുള്ളങ്ങനത്തെ അൺലിമിറ്റഡ് ആയ ആഗ്രഹ പൂർത്തിയാക്കട രൂപത്തിൽ ദുനിയാവിടെ അല്ലാഹു താല ആക്കിയിട്ടില്ല. കൂടെ ഒരിക്കലും മനുഷ്യക്ക് ആഗ്രഹ പൂർത്തിയാവില്ല. എത്ര പ്രയത്നാക്കിയെങ്കിൽ പൂർത്തിയാവില്ല. മരിക്കുമ്പോൾ അവനക്ക് നിരാശയാണ് അവിടെ. ഞാൻ ഇത്രല്ല പ്രയത്നാക്കി എനക്ക് സുഖ കിട്ടಬೇಕ സുഖ കിട്ടില്ലല്ലേ അല്ലെ നന്റെ സുഖ പരിപൂർണമായ സുഖ എനക്ക് കിട്ടില്ലല്ലേ എന്ന നിരാശയാണ് ദുനിയാവിൽ ഉണ്ടാവുക. ദുനിയാവിൽ ഒരിക്കലും മനുഷ്യരുടെ ആഗ്രഹ പൂർത്തിയാവില്ല. കാരണം ദുനിയാവുടെ ആ രൂപത്തിൽ അല്ലാഹു പഠിച്ചിട്ടില്ലേ. ദുനിയാവുടെ മനുഷ്യരുടെ ആ ആഗ്രഹത്തെ പൂർത്തിയാക്കുന്ന രൂപത്തിൽ ദുനിയാവ് അങ്ങനെ ഇല്ല. അതേ സമയത്തിൽ ആഖിറത്തിൽ സ്വർഗത്തിലാണ് അത് അല്ലാഹു താല റെഡിയാക്കി വെച്ചത്. അപ്പൊ ആ സ്വർഗത്തിക്ക് എത്ര ഉണുകു അവന്റെ ആ ആഗ്രഹ സാഫല്യം അവിടെ ഉണ്ട് ചൊല്ല. അല്ലാഹു താല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ സ്വർഗത്തിൽ പോകും. വഹസുനത്ത് മുർത്തഫഖ ആ താണ സ്വർഗ ചൊല്ലങ്ങനത്തെ ആ ഒരു നില ആ ഒരു ലൊക്കേഷൻ അത് എത്ര നല്ല ചന്തത്തെ ലൊക്കേഷൻ ആണ്, എത്ര ചന്തത്തെ ജാഗമാണത് എന്നാണ് അല്ലാഹു താല ചൊന്നിട്ടുള്ളത്. ഇങ്ങനത്തെ സ്വർഗത്തെ ആയത്തിങ് പറയുമ്പോ ഖുർആനില് നരകത്തെ ആയത്ത് പറയുമ്പോ അല്ലെങ്കിൽ അല്ലാഹു താലയുടെ ശിക്ഷയുടെ ആയത്തിങ് പറയുമ്പോ ആ ശിക്ഷയിൽ നിന്നിട്ട് നരകത്തിൽ നിന്ന് കാവൽ കേക്കൽ പ്രത്യേകം സുന്നത്താണ്. അല്ലാഹുമ്മ അഇദ്ന മിൻഹു ഒന്ന് അറബിൽ ചൊല്ലുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിലുമേ അള്ളാഹുവെ ഈ ശിക്ഷയിൽ നിന്നിട്ട് അല്ലെങ്കിൽ നരകത്തിൽ നിന്നിട്ട് ഞങ്ങൾ നീ ബച്ചാവാക്കണമുണ്ട്. അള്ളാഹു താല ഞങ്ങളെ ബച്ചാവാക്കുമാറാകട്ടെ. അതുപോലെ സ്വർഗത്തായത്ത് പറയുമ്പോ അള്ളാഹുവെ ഞങ്ങളെ നീ ആ സ്വർഗത്തില് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണു എന്ന രൂപത്തില് സ്വർഗവും കേക്കല് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. ആ രൂപത്തിൽ അള്ളാഹു താല ഈ ചൊന്നങ്ങനത്തെ സുഖ സൗകര്യങ്ങൾ കിട്ടുന്ന രൂപത്തിൽ എല്ലാം അള്ളാഹു താല സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്വർഗത്തില് ഈ സുഖ സൗകര്യങ്ങൾ ചൊല്ലത് യഥാർത്ഥത്തില് അതിലുള്ള മാക്സിമം ആയിട്ടുള്ള സുഖ മനുഷ്യന്മാർ ഏറ്റവും കൂടുതലായ രൂപത്തിൽ കൊതിക്കൊണായ സുഖ അത് ആത്യന്തികമായിട്ട് അവസാനമായിട്ട് മനുഷ്യന്മാർ കിട്ടങ്ങനത്തെ അള്ളാഹുടെ ലിഖ ആയിട്ടിക്കറ് അള്ളാഹുടെ ദർശനായിട്ടിക്കറ് ഏറ്റവും വലിയ സുഖ. ಅದರ സുഖ തീരോകില്ല. സ്വർഗത്തെ ബാക്കിയുള്ള ഏതു സുഖവും തീരോകില്ല. എന്നാൽ അതിലെല്ലാം വലിയതായിട്ട് അള്ളാഹുടെ ലിഖ ആണ്, അള്ളാഹുടെ കാണലാണ്, അള്ളാഹുടെ ദർശനമായിട്ടിക്കറ്. ഇതെല്ലാം ആ അള്ളാഹുടെ ലിഖ കാണുകങ്ങനത്തെ സൈഡായിട്ടുള്ളങ്ങനത്തെ ಅದಕ್ಕೆ വേണായ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുകങ്ങനത്തെ കാര്യമായിട്ടിക്കറ് ബാക്കിയുള്ള എല്ലാ സുഖങ്ങൾ അങ്ങനല്ലേ. ഇപ്പൊ ഒരു മങ്ങിലായ ഒരു പുതിയാമ്പിലേക്ക് പുതിയ പെണ്ണ് ഔത്തുക കുട്ടിയെ പോയിട്ടായെങ്കിൽ ആ പുതിയ പെണ്ടെ ഫസ്റ്റ് ആയിട്ട് അവന് മീറ്റ് ആവുമ്പോ പുതിയ പെണ്ടെ കാണുമ്പോ നല്ല ഭക്ഷണങ്ങ
നല്ല അലങ്കാരങ്ങ, നല്ല ഡിസൈനുങ്ങ, റൂമിൽ നല്ല ഡിസൈനുങ്ങ, നല്ല പാനീയങ്ങൾ ആക്കി കൊടുക്കിടാറ്. യഥാർത്ഥത്തിൽ അവിടെ പുതിയാപ്പിളയുടെ ലക്ഷ്യ ആ പാനീയം കുടിക്കലോ, അല്ലെങ്കിൽ അവിടെ ആക്കി അങ്ങനത്തെ ഡിസൈനിന്റെ കണ്ടിട്ട് ആസ്വദിക്കലോ, അല്ലെങ്കിൽ അവിടെ ആക്കി അങ്ങനത്തെ നല്ല ഭക്ഷണങ്ങൾ ഫുഡ് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ എൻജോയ് ആക്കടെ അല്ല. അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യ അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യ പുതിയ പെണ്ടെ മീട്ടാവലാണ്. ಅವನು പുതിയ പെണ്ടെ മീട്ടാവട്ടെ, പുതിയ പെണ്ടെ ചന്തത്തെ ആസ്വദിക്കാണ്ടെ വെറും ഈ ഭക്ഷണത്തിൽ, ഈ പാനീയത്തിലും, ഈ ഡിസൈനും, ഈ അലങ്കാരത്തില് അവನು ബൂന്നു പോയണ്ടെങ്കിൽ അവന്റെ പൊട്ടാണ്ട് ചൊല്ലാറ് എന്ന രൂപത്തില് സ്വർഗത്തെ ഈ ചൊല്ല അള്ളാഹു താല ചൊല്ല നല്ല ഫുഡുങ്ങ, നല്ല ദയിക്കുള്ള ജാഗങ്ങ, നല്ല കാണുകുള്ള സീനുങ്ങ, ഇതെല്ലാം അള്ളാഹു ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആക്കിരെ ആ സ്വർഗത്തിൽ അതിപ്രധാനമായിട്ടുള്ള ഒരു സുഖമുണ്ട്. അതിപ്രധാനമായിട്ട് ഞങ്ങൾക്കുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? അള്ളാഹുടെ മീറ്റാവിടെ, അള്ളാഹുടെ ലിഖാ. അതുക്കുള്ള അങ്ങനത്തെ സൈഡായിട്ടുള്ള അങ്ങനത്തെ സുഖാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് സൂഫിങ്ങായിട്ടുള്ള മഹാന്മാരെല്ലാരും അങ്ങ് പാടിയതും ചൊന്നതെല്ലാം എന്തിരെ റബ്ബേ, നീന് ഞങ്ങൾ സ്വർഗ ചൊല്ല അത് തന്നില്ലെങ്കിലും നിന്റെ ലിഖാടെ നീ എന്താക്കണ്ട, നിന്റെ കാണലും നിന്റെ ഒട്ടിಗೆ മീട്ടാവലാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്ക് സ്വർഗമേ ಬೇನುಂಟಿಲ್ಲ, ಅದು ನರಕത്തിൽ ഞങ്ങളെ ദെപ്പാട്ടി നീ അത് തണ്ടെങ്കിൽ ഞങ്ങൾ അതും മെയ്യാ ഉണ്ടു ರೂಪತ್ലുല്ലേ പലക്കങ്ങളെ സൂഫിങ് ചൊന്നത് അതുകൊണ്ടിട്ടാണ്. അപ്പൊ സ്വർഗത്തെ ഈ ചൊല്ലെ സുഖങ്ങ അത് അള്ളാഹുടെ ലിഖാ ആക്കുകില്ലങ്ങത്തെ അതുക്ക് വേണായിട്ടുള്ള സജ്ജീകരണങ്ങളാണിട്ട് മനസ്സിലാക്കുകയോട് അള്ളാഹു താല ആ ഒരു ലിഖായുടെയും അള്ളാഹുടെ ലിഖായുടെയും അള്ളാഹു താല നമുക്ക് തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.